അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ ബൈക്ക് എഫ്-സെഡിൻ്റെ റിയർ ടയർ നമുക്ക് പണി തന്നു. അതായത് എയർ നിൽക്കണില്ല ടയറിൽ. പഞ്ചറാണോ അതോ ടയർ ഇനി കേടായെന്നറിയില്ല. ടയർ മാറിയിട്ട് 3 കൊല്ലമായി, 3 years. ഏകദേശം 10-20,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഫുള്ള് വെട്ടിത്തീർന്നു, ബാക്കൊക്കെ വെട്ടിത്തീർന്നു. ഇനിയിപ്പോൾ അത് കാരണം വല്ല ലീക്കായതാണോ എന്നും അറിയില്ല. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയി വണ്ടി അവിടെ വെച്ചൊരു വണ്ടി വൈകിട്ട് എടുക്കാൻ നോക്കുന്ന സമയത്ത് എയറില്ല. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ, നേരെ ഓപ്പോസിറ്റ് തന്നെ പെട്രോൾ പമ്പായതുകൊണ്ട് അവിടെ പോയിട്ട് എയർ അടിച്ചിട്ട് പോന്നു. പിന്നെ 2 ദിവസത്തേക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് നോക്കി നോക്കാം. 2 ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ 2 ദിവസം കൊണ്ട് പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് കാലത്ത് വണ്ടിയൊക്കെ നോക്കിയപ്പോൾ എയറില്ല. അപ്പോൾ പഞ്ചറാണെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ പോണ്ടേ. അത് പഞ്ചറാണോ അതോ ഇനി ടയർ ചെത്തി പോയിട്ട് ലീക്കാവണതാണോ എന്നറിയില്ല. എന്തായാലും ടയർ മാറാറായിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചർ ഒട്ടിച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്ന് നോക്കണം. അത് മാറേണ്ടി വരുമോയെന്ന് അറിയില്ല. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ്. അപ്പോൾ തീരെ എയർ ഉണ്ടായിരുന്നില്ല. ഇന്നലെ തിരുവോണം, 2 അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് എയർ, നമ്മുടെ സൈക്കിളിൻ്റെ എയർ അടിക്കുന്ന മെഷീനിൽ കുറച്ച് എയർ അടിച്ചു. അതുകൊണ്ട് എയർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ അടുത്ത് തന്നെ പറപ്പൂർ സെൻറ്ററിൽ തന്നെ പഞ്ചർ കടയുണ്ട്. അവിടെ കൊണ്ടുപോയി നോക്കണം, പഞ്ചറാണോ ടയർ വെട്ടിത്തീർന്നതിൻ്റെ ലീക്കാണോ. അപ്പം അതിനനുസരിച്ച് നമുക്ക് ടയർ മാറാറായിട്ടുണ്ടെങ്കിൽ ടയർ മാറണം, പഞ്ചറാണെങ്കിൽ പഞ്ചർ അടിച്ചിട്ട് സെറ്റാക്കാം. എന്തായാലും പോയി നോക്കിയിട്ട് വരാം. അതാണ് ഞാൻ പറഞ്ഞ പഞ്ചർ കട. അപ്പോൾ ആളെ കാണാനില്ല. അപ്പോൾ കഷ്ടപ്പെട്ട് നമ്മുടെ സൈക്കിളിൽ എയർ അടിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ ആൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിക്കാൻ തോന്നുന്നു. ആളെ കാണാനില്ല. കുറച്ച് മുമ്പ് ഇവിടെ വേറെ വണ്ടി എടുത്തിട്ട് എൻ്റെ മുന്നിടെ വന്ന് നോക്കിയതാ. അപ്പോൾ ആളുണ്ടായിരുന്നു. ഇപ്പോൾ ആളെ കാണാനില്ല. ഭക്ഷണം കഴിക്കാൻ പോയിരിക്കാൻ ഇപ്പോൾ 12:30 ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതായിരിക്കും. എന്തായാലും കുറച്ച് കണ്ട് ഒന്നുകൂടിയും വരാം ആയിരിക്കും. നമ്മുടെ ചേട്ടൻ വന്നിട്ട് ഇനി അത് പഞ്ചറാണോ ലീക്കാണോ നോക്കാം. അയച്ചുകൊണ്ടിട്ട് വരും അല്ലേ. ട്യൂബ് ഉണ്ടെന്ന് പറയണതിലിപ്പോൾ ശരിക്കും ട്യൂബ്ലെസ് ടയറാണ്. പക്ഷേ ചേട്ടൻ പറയുന്നതിനുള്ള ട്യൂബ് ഉണ്ടെന്നാണ്. ഞാൻ അയച്ചുകൊണ്ടിരുന്നു പറയും. കാരണം ട്യൂബ് പഞ്ചറായി കഴിഞ്ഞാൽ അയച്ചു കൊണ്ടുവരേണ്ട നോക്കാൻ പറ്റില്ലല്ലോ പഞ്ചറാണോ അല്ലയെന്ന്. വീട് അയച്ചു കൊണ്ടുവരണം, എന്നാലും നമുക്ക് അതിൻ്റെ ട്യൂബ് വേണമെന്ന് പറയാം. നേരെ അയച്ചു കൊണ്ടുവരണം. ഞാൻ അയക്കാറുണ്ട്. ഞാൻ അയക്കണോ വർഷാപ്പിൽ കൊണ്ടിട്ട് അയച്ചു കൊണ്ടുവരണോ നോക്കട്ടെ. ഞാൻ ഒരോട്ട് അയച്ചിട്ട് പണി കിട്ടിയുള്ളതാണ്. കാരണം തിരിച്ച് വിറ്റുമ്പോൾ കറക്റ്റ് മറ്റേ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റ് ആവാണ്ട് ചെയിൻ കംപ്ലൈൻ്റ് ആയതാണ്. അത് കംപ്ലൈൻ്റ് അല്ല, ചെറിയൊരു സൗണ്ട് പോലെ വന്നു. അത് അതുകൊണ്ട് ഇപ്പോൾ നോക്കട്ടെ. ഒന്നാമത് ഞാൻ തന്നെ അയച്ചുകൊണ്ടിരും, അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പുണ്ട് അവിടെ പോയിട്ട് അയച്ചോണ്ട്. ഇൻസ്റ്റഗ്രാമിലിടാം, ഫേമസ് ആവും കട. ടയർ അയച്ചു കിട്ടി. ഇതുകൊണ്ട് മാറിയിട്ട് വരാം. നമ്മുടെ പറപ്പൂര് പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള തന്നെ ഒരു മെക്കാനിക്കാണ്, ബായിയാണ്. അപ്പോൾ അവിടെ വെച്ചപ്പോൾ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്യൂബ്ലെസ് ടയറിന് മറ്റേ എയർ അടിക്കുന്ന വാൽവില്ലേ, വാൽവിൻ്റെ അവിടെ ചെറിയൊരു റബ്ബറിൻ്റെ വട്ടം പോലെ ഒരു പീസ് നിൽക്കും. അതിന് കാണാനില്ല. അപ്പോൾ ഇതിനുള്ളിൽ ട്യൂബാണെന്നാണ് പയ്യെ പറഞ്ഞത്. അതായത് വാൽവിൻ്റെ അവിടെ ഇപ്പം നേരിട്ട് ട്യൂബ് വന്ന് വരണ വാൽവാണ് നിൽക്കുന്നത്. ട്യൂബ്ലെസ്സിനാണെങ്കിൽ അതിൻ്റെ അവിടെ വാൽവിൻ്റെ അവിടെ പുറത്തേക്ക് റബ്ബറിൻ്റെ ഒരു പീസ് നിൽക്കും എയർ ലീക്കാൻ വേണ്ടിയിട്ട്. അതില്ല.
അതിനർത്ഥം ഇത് ട്യൂബാണെന്നാണ്, ട്യൂബ്ലെസ് അല്ല. എന്തായാലും അയച്ച് നമുക്ക് കൊണ്ടുപോയി പഞ്ചർ കടയിൽ തന്നെ കൊടുത്തിട്ട് നോക്കി നോക്കാം. നല്ല സൂചി പഞ്ചറാണ്, അതിലും പഞ്ചറുണ്ടോ. കൊക്കാല റെഡിയാക്കാൻ പറ്റുമോ? ടയർ കട ഉണ്ടല്ലേ അവിടെ? ടയർ കടയല്ല, എൻ്റെ നിവർത്തുന്നത്. ആ ഇവിടെ ടയറുണ്ടോ? അല്ല ഇവിടെ ടയർ കൊടുക്കണ്ട? ടയർ ഇവിടെ ടയറില്ല, വലുതാണല്ലേ. അത് ഈ റബ്ബറിന്റെ പീസ് അതെന്തിനാ ഇവിടെ? അതിൽ കാണിച്ചിട്ട് പഞ്ചറാച്ചിട്ട് അതിൽ എനിക്ക് ഇറങ്ങിയിട്ട് പഞ്ചറായിട്ടാവും. പിന്നെ പഞ്ചറടച്ചില്ല, അങ്ങനെ ചെയ്തില്ലേ? ഏതാ പിന്നെ പഞ്ചറടച്ചും ചെയ്തില്ല. ടയറിൽ രണ്ട് ചെറിയ ഓട്ടയുണ്ട്, അതായത് ആണി കയറിയിട്ട് ചെറിയ ഹോളുണ്ട്. അപ്പോൾ അതോടെ ടയർ പോയത്. അപ്പോൾ ആൾ ചേട്ടൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, മഞ്ഞ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെയും എല്ലാ ഇവിടെ നോക്കി വേറെ എവിടെയെങ്കിലും പഞ്ചറിന് ഹോളുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 ഹോള് കിട്ടി, വേറെ ഹോളില്ലല്ലോ. ആ 2 ഹോൾ തന്നെ കണ്ടിട്ടുള്ളൂ. ചെറിയ ഹോള് ആണിയോ? അതെ, ചെറിയൊരു ആണി കയറിയ ഇതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എയർ ലീക്ക് ആയത്. ഇല്ലേ വെള്ളത്തിൽ മുക്കി അറിഞ്ഞറിയില്ലേ വേറെ എവിടെ പഞ്ചറിന് എൻ്റെ ആവശ്യമില്ലാന്നല്ലേ? ഇപ്പം കണ്ടില്ലേ, ചെറിയൊരു ഒറ്റയാണ്. ഒരു ഹോളല്ല 2 ഹോളുണ്ട്, വളരെ ചെറുതാണ്. ആണിയില്ല, അല്ല ചിലപ്പോൾ ഞാനെയാണ്. വളരെ മൈന്യൂട്ടായിട്ട ഹോളാണ്, അതുപോലെയാണ് വയർ പോയിക്കൊണ്ടിരുന്നത്. വേറെ വണ്ടി എയറടിക്കാൻ വേണ്ടി വന്നേക്കാണ്. അതിനുശേഷം നമ്മുടെ വണ്ടി പഞ്ചർ ഒട്ടിച്ചിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കണം, എന്നാലും ആളെ കിട്ടി തരണം. ടാസ്ക്കാണ്, പഞ്ചറൊക്കെ ആയിക്കഴിഞ്ഞാൽ ടാസ്ക്കാണ്. സെയിം സൈസ് ട്യൂബിലും വരും. അതിനെ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏത് അഴിക്കാൻ എളുപ്പമല്ലേ? ആ അതയച്ചരും, ആള് അയച്ചരും. ഇടാളുപ്പല്ല, ഇത് ബുദ്ധിമുട്ടാ. ഇവിടെ ഒരു ഡിസ്ക്, അത് പറഞ്ഞ ഇത് കിടക്കും വേണം. അതുപോലെ ഇവിടെ ഒരു ബെയറിംഗ് ഉണ്ടാവും.
ഇത് റബ്ബറാ? പൊട്ടിക്കുന്ന സാധനം റബ്ബറാ? രണ്ട് പഞ്ചറുണ്ടോ? ഈ ട്യൂബിനൊക്കെ എത്ര റേറ്റ് വരും ഏകദേശം? 500 വരും. ഏതാ? 500. ഏതാ നല്ലത്? ട്യൂബ്ലെസ് ആണോ ട്യൂബാ നല്ലത്? അതാ പറഞ്ഞേ, ട്യൂബാണെങ്കിൽ അറ്റ്ലീസ്റ്റ് പഞ്ചറെങ്കിലും ഒട്ടിക്കാം. ട്യൂബ്ലെസ് ആണെങ്കിൽ അല്ലേ? പക്ഷേ അതിൽ പഞ്ചർ കണ്ടുപിടിക്കണത് ഇപ്പം എങ്ങനെയാ? ചെറിയ അങ്ങനെ ചെറിയ ആണി കാണില്ല, ചെറുതല്ലേ? അതുകൊണ്ടും മറ്റേ ട്യൂബ്ലെസ് പഞ്ചറാവില്ല. ഈ ഓട്ടോ കൊണ്ടൊക്കെ പഞ്ചറാവില്ലേ? ഏതാ ടൈം? രണ്ടും കണക്ക് തന്നെയാണല്ലേ? രണ്ടും കണക്ക് തന്നെയാണല്ലേ? എന്താണ്? എന്താ കാരണം? വേറെ പ്രശ്നങ്ങളാവില്ലോ. ട്യൂബാണെങ്കിൽ ജോയിന്റ് പഞ്ചർ, പഴക്കം ചെന്ന പഞ്ചർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പല പ്രശ്നങ്ങളും വരും. ട്യൂബ്ലെസ്സിന് അങ്ങനത്തെ പ്രശ്നമില്ല. ആണി കയറിലൊക്കെ മെയിനായിട്ട് പഞ്ചറാവും. ഇതാണെങ്കിൽ തന്നെ മറ്റേ പുറത്തുനിന്ന് മറ്റേ സാധനം ഗണ്ണ് കയറ്റി കഴിഞ്ഞാൽ റെഡി ആവും. അത് തിരിയുന്നത് പിരി അതൊരു സാധനം. അതും പഞ്ചറടിക്കാള് പഞ്ചറടിക്കാം. എന്ത് ഉപകാരം ഉണ്ടായില്ലല്ലോ. അപ്പൊ ചെറിയ പെൻഡായി. ഏതാ? അടച്ചതന്നെ വീട്ടിൽ ലീക്കായി. ഇത് ആണിയിലായിരുന്നു, പക്ഷെ അത് ഉള്ളിൽ കയറിയില്ല. മഴ ഭയങ്കര അടച്ചത് ലീക്കായില്ലായിരുന്നു. അതിന്റെ മേലെ വന്ന് നൂലടച്ചു. നമ്മള് പുറമെ കാണില്ല, ഉള്ളിൽ നിന്ന് കാണാണ്ട്. ചെറിയൊരാണിയില്ലേ? ചെറിയ ഓട്ട കണ്ട അത് പുറത്തേക്ക് കാണാനില്ല. ചെറിയ സാധനം അല്ലേ? ഇതാണ് നമ്മുടെ ടയറിൽ കയറിയ ആണിയില്ലേ? ചെറിയ അതിപ്പോൾ ട്യൂബിൽ കാണും, പക്ഷെ ടയറിൽ നോക്കിയാൽ അങ്ങനെ നോക്കിയാലും കാണാൻ പറ്റില്ല. ല്ലേ പെട്ടെന്ന് അടിക്കാന്ന് പറഞ്ഞാലും അതും പണി തന്നെയാണ്. അവര് കണക്കാക്കണത് വർക്ക്ഷോപ്പിൽ അവർ പറയുക ചെറിയ പണിയല്ലോ, ബ്രേക്ക് ഷൂ മാറുന്ന പണിയല്ലോ, ചെറിയ പണിയുള്ളൂ. നമുക്കെല്ലാം അറിയില്ലോ, ടയർ അയക്കണമെങ്കിൽ ഇരട്ടി പണിയാ. ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ? हाँ से कलकत्ता से आपका ट्रेनिंग आपका कोई आई मीन फ्रेंड कुछ है? പണി പഠിക്കാൻ വന്നായിരിക്കും അല്ലേ? പണി പഠിക്കട്ടെ. അപ്പം എങ്ങനെയുണ്ട് മറ്റേ എൻജിൻ വർക്ക്? അങ്ങനത്തെ വണ്ടികളൊക്കെ വരാറുണ്ടോ ഈ മഴ സമയത്ത്? കൂടുതൽ വണ്ടികൾ വരാറ്? കൂടുതൽ എന്ത് കംപ്ലൈൻറ്റാ?
കൂടുതൽ ഇന്ത്യൻ കമ്പനി ഇഥനോൾ പെട്രോൾ അയ്യോ അതങ്ങനെ കുറെ വരില്ല ഇഷ്ടം പോലെ വരുന്നുണ്ട്. കാർബറേറ്റർ അല്ലേ കാർബറേറ്റർ ലീക്ക് ആവുണ്ടാവും നമുക്കെല്ലാം ലാഭമല്ല, നമുക്കെല്ലാം ലാഭം. നല്ല ലാഭമായിരുന്നില്ല. എത്ര പെട്രോൾ വന്നത് ഇവിടെ പറപ്പൂര് പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റുള്ള പയ്യയുടെ വർക്ക്ഷോപ്പാണ്. വേറെ എഞ്ചിൻ അല്ല പെട്രോൾ ടാങ്ക് ഫ്യൂൾ പമ്പ് കംപ്ലൈന്റ് ആവണ്ട. അപ്പോൾ E20 പെട്രോൾ കാരണം ഇഷ്ടംപോലെ കംപ്ലൈന്റ് വരുമെന്നാണ് നമ്മുടെ പയ്യ എന്നെ പറയണത്. കുറെ പേര് പറയുന്നത് കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന്. പക്ഷെ